പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ഒരു ഇലുസ്ട്രേഷനാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ റീവാലുവേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും അഡ്മിഷന് ശേഷം ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇലുസ്ട്രേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇലുസ്ട്രേഷൻ നമുക്ക് തുടങ്ങാം. Given below is the balance sheet of A and B who are carrying on partnership business as on March 31, 2017. A and B share profits in the ratio of 2:1. രണ്ട് പാർട്ട്നേഴ്സാണ് നിലവിലുള്ളത്, എയും ബിയും. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 2:1 എന്നുള്ള റേഷ്യോയിലാണ്. അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ബാലൻസ് ഷീറ്റാണ് താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി ആസ് ഓൺ മാർച്ച് 31, 2017. ദെൻ ലയബിലിറ്റി സൈഡിൽ ബിൽസ് പേയബിൾ, സൺഡേ ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ദെൻ എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകളും തന്നിട്ടുണ്ട്. ദെൻ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ബിൽഡിംഗ്. ടോട്ടൽ എമൗണ്ട് വരുന്നത് 4 lakh. ദെൻ സി ഈസ് അഡ്മിറ്റഡ് ആസ് എ പാർട്ണർ ഓൺ ദ ഡേറ്റ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഓൺ ദ ഫോളോയിങ് ടേംസ്. താഴെ പറയുന്ന കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് സി എന്ന് പറയുന്ന ഒരാളെ പുതിയ പാർട്ണറായിട്ട് അവർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. സി വിൽ ബ്രിങ് ഇൻ rupees 1 lakh ആസ് ഹിസ് ക്യാപിറ്റൽ ആൻഡ് rupees 60,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഫോർ 1/4 ഷെയർ. ഇപ്പോൾ സി ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത് 1 ലക്ഷം രൂപയാണ്. സി പ്രീമിയം കൊണ്ടുവരുന്നുണ്ട്. എത്രയാണ്? 60,000 ആണ് സി കൊണ്ടുവരുന്ന പ്രീമിയം. അതിനാൾക്ക് കിട്ടുന്ന ഷെയർ എത്രയാണ്? പുതിയ ബിസിനസ്സിൽ 4/1 ഷെയറാണ് സിക്ക് കിട്ടുന്നത്. ഇവിടെ ഓൾഡ് റേഷ്യോ 2:1 ആണ്. പുതിയ പാർട്ണർക്ക് കിട്ടുന്ന ഷെയർ 1/4 ആണ്. സാക്രിഫൈസിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഈ പ്രീമിയം എമൗണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് ഏത് റേഷ്യോയിലാണ്? സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സാക്രിഫൈസിങ് റേഷ്യോ എത്ര വരും? സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2:1. അപ്പോൾ 60,000 രൂപ 2:1 എന്നുള്ള റേഷ്യോയിൽ ആര് ഡിവൈഡ് ചെയ്യണം? എയും ബിയും ഡിവൈഡ് ചെയ്യണം. Plant is to be appreciated to rupees 1,20,000 and the building is to be appreciated by 10%. രണ്ട് അപ്രീസിയേഷനുകളാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ട് ഫിക്സഡ് അസറ്റുകളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില 1,20,000 വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില എത്രയാണ്? 1 ലക്ഷം രൂപയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില. അത് പുതിയ വില എത്രയാണ്? 1,20,000. അതുപോലെ തന്നെ ബിൽഡിംഗ് 1,50,000 ആണ് എക്സിസ്റ്റിംഗ് ബുക്ക് വാല്യൂ. 10% ബിൽഡിങ്ങിന്റെ വില അപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ 1,65,000 രൂപയാണ് പുതിയ വില. 15,000 രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റിന്റെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്, ബിൽഡിങ്ങിന്റെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടും പ്രോഫിറ്റ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ബൈ rupees 4,000. സ്റ്റോക്കിന്റെ എമൗണ്ട് എത്രയാണ്? 40,000 ആണ് എക്സിസ്റ്റിംഗ് ബുക്ക് വാല്യൂ. അത് ഓവർ വാല്യൂഡ് ആണ്. ഓവർ വാല്യൂഡ് എത്രയാണ്? 4,000 rupees സ്റ്റോക്കിന്റെ വില കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ സ്റ്റോക്കിന്റെ വില നമ്മൾ കുറക്കണം. അത് റീവാലുവേഷൻ ലോസ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. A provision for doubtful debts is to be created at 5% on debtors. നിലവിൽ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിന്റെ എമൗണ്ട് 60,000 ആണ്. പ്രൊവിഷൻ കാണിച്ചിട്ടില്ല. ഇപ്പോൾ പുതിയൊരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് 5% പ്രൊവിഷൻ കാണിക്കണം. അപ്പോൾ 60,000ന്റെ 5% 3,000 രൂപ പ്രൊവിഷൻ കാണിക്കണം. പ്രൊവിഷൻ കാണിക്കുക എന്ന് പറയുമ്പോൾ അത് റീവാലുവേഷൻ ലോസ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. Creditors were unrecorded to the extent of rupees 1,000. ക്രെഡിറ്റേഴ്സിന്റെ എക്സിസ്റ്റിംഗ് എമൗണ്ട് 58,000 ആണ്. കണ്ടീഷനിൽ പറയുന്നത് ക്രെഡിറ്റേഴ്സ് വെയർ അൺറെക്കോർഡഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് rupees 1,000. ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് 1000 രൂപ റെക്കോർഡ് ചെയ്തിട്ടില്ല. എന്ന് പറയുമ്പോൾ 58,000 കൂടെ 1000 രൂപ കൂടി റെക്കോർഡ് ചെയ്യണം. അൺറെക്കോർഡഡ് ലയബിലിറ്റി ആണ്. അതെന്ത് ചെയ്യണം? അതൊരു റീവാലുവേഷൻ ലോസ് ആണ്. റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. പ്രിപ്പയർ റിവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം ആഫ്റ്റർ അഡ്മിഷൻ ഓഫ് ദ ന്യൂ പാർട്ണർ.
ഇപ്പോൾ പുതിയ പാർട്ണറുടെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കണം. പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. അപ്പോൾ മുകളിൽ ബാലൻസ് ഷീറ്റും അതിന് വലതുഭാഗത്തായി അഡ്ജസ്റ്റ്മെൻറ്റുകളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. താഴെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷനിൽ പറയുന്നത് പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന കാര്യമാണ്. അത് റീവാലുവേഷൻ അക്കൗണ്ടിലല്ല വരുന്നത്. അതെവിടെയാണ് വരിക? അത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് പ്ലാന്റിൻ്റെ വില ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്രീസിയേഷൻ നേരത്തെ ഞാൻ പറഞ്ഞു റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്, റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ക്രെഡിറ്റ് ചെയ്യണം. എത്രയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? എത്രയാണോ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് ആ ഇൻക്രീസ് ചെയ്ത എമൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ പുതിയ വില 1,20,000 ആണ്. നിലവിൽ 1,00,000 രൂപയാണ് അതിൻ്റെ ബുക്ക് വാല്യൂ. അങ്ങനെ വരുമ്പോൾ 20,000 രൂപയാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. 20,000 രൂപ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ബിൽഡിങ്ങിൻ്റെ വിലയും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതും പ്രോഫിറ്റ് ആണ്, റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ എത്രയാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്? 10%. 1,50,000 10%. 1,50,000 ഇൻറ്റു 10/100 ഇസ് ഈക്വൽ ടു 15,000 ആണ് ബിൽഡിങ്ങിൻ്റെ അപ്രീസിയേഷൻ. ദെൻ സ്റ്റോക്കിൻ്റെ വില 4,000 രൂപ ഓവർ വാല്യൂ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു എഴുതിയ എമൗണ്ട് കൂടുതലാണ്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ വില 4,000 രൂപ കുറച്ച് എഴുതണം എന്ന് പറയുമ്പോൾ അത് ലോസ് ആണ്, റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എത്ര ഡെബിറ്റ് ചെയ്യണം? 4,000 രൂപയാണ് ലോസ് വരുന്നത്. 4,000 രൂപ ഡെബിറ്റ് ചെയ്യണം. ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 5% ആണ്. അത് ലോസ് ആണ്, റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഡെറ്റേഴ്സിൻ്റെ 5% എന്ന് പറയുമ്പോൾ 60,000 ഇൻറ്റു 5/100 ഇസ് ഈക്വൽ ടു 3,000 ഡെബിറ്റ് ചെയ്യണം. ദെൻ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് വർദ്ധിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് 1,000 രൂപ കൂട്ടി എഴുതണം. അങ്ങനെ വരുമ്പോൾ അത് റീവാലുവേഷൻ ലോസ് ആണ്, റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം 1,000 രൂപ. എല്ലാ റീവാലുവേഷനും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ആണ് കൂടുതൽ. എത്രയാണ് വരുന്നത്? 35,000. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 27,000. ഇത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയതൊക്കെ പ്രോഫിറ്റ് ആണ്, ഡെബിറ്റ് സൈഡിൽ എഴുതിയതൊക്കെ ലോസ് ആണ്. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ അല്ലേ, പ്രോഫിറ്റ് സൈഡാണ് കൂടുതൽ. അതുകൊണ്ട് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. ഇത് ആര് ഡിവൈഡ് ചെയ്യണം? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എയും ബിയും ഡിവൈഡ് ചെയ്യണം. ഏത് റേഷ്യോയിലാണ്? ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എക്ക് എത്ര കിട്ടും? 27,000ൻ്റെ 2/3 എക്ക് കിട്ടും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 27,000 ഇൻറ്റു 2/3 ഈക്വൽ ടു 18,000. ബിക്ക് കിട്ടുന്നത് 27,000 ഇൻറ്റു 1/3 ഈക്വൽ ടു 9,000. അങ്ങനെ ടോട്ടൽ 27,000 ആണ് പ്രോഫിറ്റ്. അത് എയും ബിയും ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം. 3 ക്യാപിറ്റൽ അക്കൗണ്ടും ഒരുമിച്ചാണ് തയ്യാറാക്കുന്നത്. 3 പാർട്ട്നേഴ്സിനും പ്രത്യേകം എമൗണ്ട് കോളങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ നിന്ന് എയുടെയും ബിയുടെയും ഓപ്പണിംഗ് ബാലൻസ് ആണ് ആദ്യം എഴുതേണ്ടത്. ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിൽ എയുടെ ബാലൻസ് 1,80,000, ബിയുടെ ബാലൻസ് 1,50,000 ആണ്. ഇത് രണ്ടും നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. ഡേറ്റ് 31/3/2017. ബാലൻസ് ബ്രോഡ് ഡൗൺ. എയുടെ ബാലൻസ് 1,80,000, ബിയുടെ ബാലൻസ് 1,50,000. ദെൻ ഒന്നാമത്തെ കണ്ടീഷനിൽ പറയുന്നുണ്ട് സി 1,00,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അത് സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് സിയുടെ കോളത്തിൽ എഴുതേണ്ടത് 1,00,000 rupees. ദെൻ 60,000 രൂപ പ്രീമിയം കൊണ്ടുവരുന്നുണ്ട്. ഈ പ്രീമിയം ആര് ഡിവൈഡ് ചെയ്യണം? എയും ബിയും സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ആണ്. അവരത് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യേണ്ടത് സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. ഈ ക്വസ്റ്റ്യനിൽ സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? 2:1 ആണ് സാക്രിഫൈസിങ് റേഷ്യോ. അങ്ങനെ വരുമ്പോൾ പ്രീമിയം ഡിവൈഡ് ചെയ്യേണ്ടത് 60,000 ഇൻറ്റു 2/3 ആണ്. എക്ക് കിട്ടുന്നത് = 40,000. ബിക്ക് കിട്ടുന്നത് 60,000 ഇൻറ്റു 1/3 = 20,000.
അങ്ങനെ പ്രീമിയം എയും ബിയും ഡിവൈഡ് ചെയ്തു. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ നേരത്തെ ചെയ്തു. അപ്പോൾ എക്കും ബിക്കും റീവാലുവേഷൻ പ്രോഫിറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് എത്രയാണെന്ന് നോക്കാം. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എയുടെ ഷെയർ 18,000 ആണ്, ബിയുടെ ഷെയർ 9,000 ആണ്. പ്രോഫിറ്റ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് എയുടെ കോളത്തിൽ 18,000, ബിയുടെ കോളത്തിൽ 9,000. ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകളാണ് അല്ലെങ്കിൽ ഇത്രയും എൻട്രീസ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഒന്നും എൻട്രീസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് തന്നെയാണ് ബാലൻസ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ എയുടെ ടോട്ടൽ 2,38,000. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി ബാലൻസ് എമൗണ്ടും സെയിം എമൗണ്ട് എഴുതണം. ബിയുടെ ടോട്ടൽ 1,79,000, ബാലൻസ് 1,79,000. സിയുടെ ബാലൻസ് 1 lakh ആണ്. ആ 1 lakh തന്നെയാണ് സിയുടെ ബാലൻസ് ആയിട്ട് കിട്ടുന്നത്. ഡേറ്റ് എഴുതണം 31/3/2017, ബാലൻസ് ക്യാരി ഡൗൺ. ഇങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. ഇനി അഡ്മിഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. അപ്പോൾ മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അഡ്മിഷന് മുമ്പുള്ള ബാലൻസ് ഷീറ്റാണ്. താഴെ നമ്മൾ തയ്യാറാക്കുന്നത് സി കൂടി വന്നതിന് ശേഷം അഡ്മിഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ നിലവിലുള്ള ബാലൻസ് ഷീറ്റിൽ നിന്നും ഓരോ അക്കൗണ്ടുകളും പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റി എഴുതണം. മാറ്റി എഴുതുന്ന സമയത്ത് അതിൻ്റെ അക്കൗണ്ട് ബാലൻസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് കൂടി നമ്മൾ പരിഗണിക്കണം. അപ്പോൾ അസറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം ഏതാണ്? ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് അഡ്മിഷന് മുമ്പ് 10,000 ആണ്. അഡ്മിഷന് ശേഷം ക്യാഷ് ഇൻ ഹാൻഡിൽ മാറ്റം വരും. കാരണം എന്താണ്? സി എന്ന് പറയുന്ന പുതിയ പാർട്ണർ 1,00,000 രൂപ ക്യാപിറ്റലും 60,000 രൂപ പ്രീമിയവും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1,60,000 രൂപ ക്യാഷ് അക്കൗണ്ടിൽ വർദ്ധിക്കും. അപ്പോൾ ക്യാഷ് എമൗണ്ട് ബാലൻസ് വരുന്നത് 10,000 പ്ലസ് 1 lakh പ്ലസ് 60,000 = 1,70,000 ആണ് ക്യാഷ് ഇൻ ഹാൻഡിന്റെ ബാലൻസ് വരുന്നത്. ക്യാഷ് അറ്റ് ബാങ്കിൽ ബാലൻസ് ഡിഫറൻസ് വരുന്നില്ല. അത് അതുപോലെ തന്നെ എടുത്തെഴുതാം. സൺഡ്രി ഡെറ്റേഴ്സ് നമുക്കറിയാം, അതിന് പ്രൊവിഷൻ കാണിക്കണം. അപ്പോൾ സൺഡ്രി ഡെറ്റേഴ്സിന്റെ എമൗണ്ട് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതി. ലെസ് പ്രൊവിഷൻ. എത്രയാണ് പ്രൊവിഷൻ? 60,000ന്റെ 5%. അത് 3,000 വരും. അത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 57,000 വരും. ദെൻ അടുത്ത ഐറ്റം സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണ്. അതുകൊണ്ട് അത് 4,000 രൂപ എന്ത് ചെയ്യണം? സ്റ്റോക്കിന്റെ വിലയിൽ നിന്ന് കുറച്ച് എഴുതണം. 40,000ൽ നിന്ന് 4,000 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 36,000 രൂപയാണ് സ്റ്റോക്കിന്റെ വില. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില 1,20,000 ഉയർന്നിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില 1,20,000. ബിൽഡിങ്ങിന്റെ വില 1,50,000 കൂടെ അതിന്റെ 10% വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 1,50,000 പ്ലസ് 1,50,000ന്റെ 10% എന്ന് പറയുമ്പോൾ 1,50,000 പ്ലസ് 15,000 = 1,65,000 വരും. അതാണ് ബിൽഡിങ്ങിന്റെ ബാലൻസ് വരുന്നത്. ഇനി ലയബിലിറ്റി സൈഡിൽ ബിൽസ് പേയബിൾ അക്കൗണ്ട് ആണ്. അതിലെ അക്കൗണ്ട് ബാലൻസിൽ ഡിഫറൻസ് വരുന്നില്ല. സൺഡേ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് 58,000 ആണ്. അതിൽ 1,000 രൂപ വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ ബാലൻസ് ഷീറ്റിൽ എത്ര എഴുതണം? 59,000 ആണ് എഴുതേണ്ടത്. 58,000 പ്ലസ് 1,000 = 59,000. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൽ മാറ്റം വരുന്നില്ല, 2,000. ഇനി നമ്മൾ എഴുതാനുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകളാണ്. അഡ്മിഷന് ശേഷമുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകൾ എന്ന് പറയുമ്പോൾ സിയുടെ ക്യാപിറ്റൽ ബാലൻസ് കൂടി അതിൽ വരണം. അത് എവിടുന്ന് കിട്ടും? നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസുകളാണ് പുതിയ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസുകളായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസുകൾ നമുക്കൊന്ന് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് വരുന്നത് എയുടെ ബാലൻസ് 2,38,000, ബിയുടെ ബാലൻസ് 1,79,000, സിയുടെ ബാലൻസ് 1 lakh. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസുകൾ ടോട്ടൽ ചെയ്യുമ്പോൾ 5,17,000. നമ്മൾ എല്ലാ അക്കൗണ്ടുകളും മാറ്റി എഴുതി. ഇനി അൺറെക്കോർഡഡ് അസറ്റുകളോ അൺറെക്കോർഡഡ് ലയബിലിറ്റികളോ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഈ ഇലുസ്ട്രേഷനിൽ അൺറെക്കോർഡഡ് അസറ്റുകളോ അൺറെക്കോർഡഡ് ലയബിലിറ്റീസോ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യാം. ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ 5,88,000 ആണ് ടോട്ടൽ വരുന്നത്. എങ്ങനെയാണ്
അഡ്മിഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് തയ്യാറാക്കിയത്? ആദ്യം റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി. റീവാലുവേഷൻ പ്രോഫിറ്റ് വരുന്നതൊക്കെ ക്രെഡിറ്റ് ചെയ്തു. റീവാലുവേഷൻ ലോസ് വരുന്നതൊക്കെ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. ദെൻ അത് ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. ക്രെഡിറ്റ് സൈഡ് കൂടുമ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ് വരിക. ഡെബിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ അത് റീവാലുവേഷൻ ലോസ് വരും. റീവാലുവേഷൻ പ്രോഫിറ്റ് ആയതുകൊണ്ട് അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ റീവാലുവേഷൻ അക്കൗണ്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് തയ്യാറാക്കി? ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എഴുതി, അതിനുശേഷം സി കൊണ്ടുവന്ന ക്യാപിറ്റൽ എഴുതി, അതിനുശേഷം പ്രീമിയം ഡിവൈഡ് ചെയ്തു, ദെൻ റീവാലുവേഷന്റെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തു, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്തു. അതിനുശേഷം അഡ്മിഷന് ശേഷം വരുന്ന ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കി. അഡ്മിഷന് ശേഷം വരുന്ന ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പഴയ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഓരോ അക്കൗണ്ടുകളും മാറ്റി എഴുതണം. മാറ്റി എഴുതുന്ന സമയത്ത് അഡ്മിഷന്റെ സമയത്ത് വരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ കൂടി നമ്മൾ പരിഗണിക്കണം. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ആയിട്ട് കൊണ്ടുവരേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഇങ്ങനെയാണ് ഈ ഇല്ലുസ്ട്രേഷൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അടുത്ത ദിവസം നമുക്ക് ഒരു ഇല്ലുസ്ട്രേഷൻ കൂടി ചെയ്യാം. ഓക്കെ.